പ്രേക്ഷകർക്കും ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനിധി പ്രദീപ്. നോക്കാം വാർത്തകൾ വിശദമായി. ഹോർമുസ് കടലിടുക്കിലെ നിയമങ്ങൾ പാലിക്കണമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ, അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇറാന്റെ ഭീഷണി. വാണിജ്യ സൈനിക കപ്പലുകൾക്കാണ് മുന്നറിയിപ്പ് നൽകിയത്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ സായുധ സേനയ്ക്കെന്നും അവകാശവാദം. കപ്പലുകൾ IRGC-യിൽ നിന്ന് അനുമതി വാങ്ങി മാത്രമേ ഹോർമുസിൽ പ്രവേശിക്കാവൂ. ലംഘിച്ചാൽ സുരക്ഷയെ ബാധിക്കുമെന്നും ഇറാന്റെ മുന്നറിയിപ്പ്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിൽ UN ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവർത്തിച്ച് UAE. ഇറാൻ നടപടിയെ ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ UAE ശക്തമായി എതിർത്തു. ഐക്യരാഷ്ട്രസഭയിലെ UAEയുടെ സ്ഥിരം പ്രതിനിധി മുഹമ്മദ് അബുഷഹാബാണ് നിലപാട് വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാൻ ഇറാൻ തയ്യാറാകില്ലെന്നും ഇറാന് ശക്തമായ മറുപടി നൽകിയില്ലെങ്കിൽ ഗൾഫ് മേഖലയിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വത്തിന് അവസാനമുണ്ടാകില്ലെന്നും UAE വിമർശിച്ചു. സ്വതന്ത്രമായ കപ്പൽ ഗതാഗതം സാധ്യമാക്കണമെന്നും ആഗോള വ്യാപാര ശൃംഖല തകർക്കരുതെന്നും UAE ആവശ്യപ്പെട്ടു. എബോള വ്യാപനത്തിൽ അവലോകന യോഗം ചേർന്ന് UAE. ആരോഗ്യ പ്രതിരോധ മന്ത്രി അഹമ്മദ് അലി സയേഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. രാജ്യത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. എബോള വൈറസ് രോഗവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ പ്രാദേശിക അന്തർദേശീയ സാഹചര്യം അവലോകനം ചെയ്യാനാണ് UAE ആരോഗ്യ മന്ത്രാലയം യോഗം ചേർന്നത്. ആരോഗ്യ പ്രതിരോധ മന്ത്രി അഹമ്മദ് അലി അൽ സയേഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്തു. UAEയിലെ പൊതുജനാരോഗ്യ സ്ഥിതി സുസ്ഥിരമായി തുടരുന്നതായി യോഗം വിലയിരുത്തി. പ്രതികരണ സംവിധാനങ്ങൾ ഫലപ്രദവും അപകട സാധ്യതകളെ നേരിടാൻ പ്രാപ്തവുമാണെന്നാണ് നിഗമനം. ഫെഡറൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കിടയിൽ തുടർച്ചയായ ഏകോപനമുണ്ടാകണം. പൊതുജനാരോഗ്യ സുരക്ഷ നിലനിർത്തുന്നതിനായി പ്രതിരോധ നടപടികളും നിരീക്ഷണ സംവിധാനങ്ങളും നിലവിലുണ്ട്. ഇതിന്റെ വ്യാപ്തി കൂട്ടും. ഉഗാണ്ട, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിലേക്കുള്ള അനിവാര്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാൻ UAE നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. വിവിധ അതോറിറ്റികൾ നൽകുന്ന ആരോഗ്യ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാനും രോഗവുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 24 ദുബായ്. ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ചു. തീർത്ഥാടകർക്ക് മിനായിൽ നിന്ന് മടങ്ങി. തീർത്ഥാടകർക്ക് ഇനി മടക്കയാത്രയുടെ നാളുകളാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടന്ന കല്ലേർ കർമ്മം പൂർത്തിയാക്കി തീർത്ഥാടകരെല്ലാം മിനായിൽ നിന്ന് മടങ്ങി. ഭൂരിഭാഗം തീർത്ഥാടകരും ഇന്നലത്തെ കല്ലേറോടെ കർമ്മങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. മീനായിലും അറഫയിലും മുസ്ദലിഫയിലും മക്കയിലെ ഹറം പള്ളിയിലുമായി 5 മുതൽ 6 വരെ ദിവസം നീണ്ടുനിന്ന കർമ്മങ്ങൾ. കനത്ത ചൂടിലും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാതെ തീർത്ഥാടകർ കർമ്മങ്ങൾ പൂർത്തിയാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും 160ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ സമാധാനപരമായി കർമ്മങ്ങൾ നിർവഹിച്ചു. ഒരു തരത്തിലുള്ള ആളുകളുടെ തമ്മിലുള്ള ക്ലാഷോ തിരക്കോ ഒന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അവിടെ പറയേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റിയാണ്. ഞാൻ വളരെ ടെൻഷനായിട്ടാണ് പേരൻസിന്റെ കൂടെ വന്നത്. അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആവുമെന്ന്. പക്ഷേ അൽഹംദുലില്ലാ ഹെൽത്തിൽ ഫുഡ് ആയാലും മെഡിക്കൽ സർവീസ് ആയാലും നമ്പർ 1. ഓരോ മേഖലയിലും പോലീസ് മുതൽ എല്ലാവരും നന്നായി സഹകരിച്ചു. നമുക്ക് ഒരു ഘട്ടത്തിലും അറഫ മുതൽ മുസ്ദലിഫ വരെയും എല്ലാം സമയബന്ധിതമായിട്ട് എല്ലാ കർമ്മങ്ങളും അൽഹംദുലില്ലാ നമുക്ക് നിർവഹിക്കാൻ പറ്റിയിട്ടുണ്ട്. അൽഹംദുലില്ലാ ഹജ്ജ് കർമ്മങ്ങളൊക്കെ നന്നായിട്ട് ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യ പ്രത്യേകിച്ചും വളരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇന്ത്യക്കാരെ പ്രത്യേകിച്ചും. തിരക്ക് നിയന്ത്രിക്കാൻ 10,000-കണക്കിന് സൈനികരെയാണ് പുണ്യഭൂമിയിൽ വിന്യസിച്ചിരുന്നത്. ഹാജിമാരുടെ സുരക്ഷയ്ക്കാണ് സൗദി ഭരണാധികാരികളുടെ പ്രഥമ പരിഗണനയെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. ജംഹൂറിയത്ത് ഹിന്ദ് അൽ ഹബീബ وعلى تنظيم حكومتنا الرشيدة اللهم لك الحمد على تنظيم هذا الحج السنة هذه والحمد لله بالجهة الطيبة والناس الطيبة ونقول الحمد لله على التمام والكمال والله يعطيكم الصحة والعافية وترجعون بالسلامة إن شاء الله تعالى. കർമ്മങ്ങൾ പൂർത്തിയാക്കിയ തീർത്ഥാടകർക്ക് ഇനി മടക്കയാത്രയുടെ നാളുകളാണ്. മക്ക നഗരത്തോട് വിട പറയുമ്പോൾ ഹറം പള്ളിയിൽ നിർവഹിക്കുന്ന വിടവാങ്ങൽ തവാഫിന്റെ തിരക്കിലാണ് ഇപ്പോൾ പല തീർത്ഥാടകരും. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ഈ വർഷത്തെ ഹജ്ജ് സീസൺ വിജയകരമായി പൂർത്തിയാക്കിയതായി സൗദി അറേബ്യ. തീർത്ഥാടകർക്ക് സുരക്ഷിതമായും സമാധാനത്തോടെയും കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയതായി ആഭ്യന്തരമന്ത്രി പ്രിൻസ് അബ്ദുൽ അസീസ് ബിൻ നായിഫ് അറിയിച്ചു. ഹജ്ജ് തീർത്ഥാടകരുടെ മടക്കയാത്രയ്ക്കുള്ള നടപടികൾ വിമാനത്താവളങ്ങളിലും മറ്റ് അതിർത്തികളിലും ജവാസത്ത് പൂർത്തിയാക്കി വരികയാണ്.
ഭരണ നേതൃത്വത്തിന്റെ കൃത്യമായ മേൽനോട്ടവും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായവുമാണ് ഈ വർഷത്തെ ഹജ്ജ് സീസൺ വലിയ വിജയമാക്കാൻ സഹായിച്ചത്. വിശ്വാസികൾക്ക് സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഹജ്ജ് നിർവഹിക്കാൻ അവസരമൊരുക്കുക എന്നത് രാജ്യത്തിന്റെ പ്രഥമ പരിഗണനയാണെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ പ്രവേശന കവാടങ്ങളിലും തീർത്ഥാടകർക്ക് മികച്ച സ്വീകരണമാണ് നൽകിയത്. ഹജ്ജ് കർമ്മങ്ങൾക്കിടയിലെ സുരക്ഷയും ആരോഗ്യ സംവിധാനങ്ങളും കാര്യക്ഷമമായിരുന്നു. പുണ്യസ്ഥലങ്ങളിലെ ഗതാഗത സൗകര്യങ്ങളും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിഞ്ഞു. സൽമാൻ രാജാവിന്റെയും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെയും നിർദ്ദേശപ്രകാരം വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചാണ് പ്രവർത്തനം നടത്തിയത്. അതിനിടെ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കിയ തീർത്ഥാടകരുടെ നാട്ടിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു. വിമാനത്താവളങ്ങളിലും മറ്റും വിപുലമായ സൗകര്യങ്ങളാണ് പാസ്പോർട്ട് വിഭാഗം തയ്യാറാക്കിയിരിക്കുന്നത്. നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ അത്യാധുനിക സിസ്റ്റങ്ങൾ എല്ലാ മടക്കയാത്രാ പോയിന്റുകളിലും സജ്ജീകരിച്ചിട്ടുണ്ട്. സഹകരിച്ച തീർത്ഥാടകർക്കും ഹജ്ജ് മിഷനുകൾക്കും അധികൃതർ നന്ദി പറഞ്ഞു. 24 മക്ക. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ദുബായും ദുബായ് പെർമനന്റ് കമ്മിറ്റി ഫോർ ലേബർ അഫയേഴ്സും ചേർന്ന് തൊഴിലാളികൾക്കായി ഈദ് ആഘോഷം സംഘടിപ്പിച്ചു. 1,27,000-ലധികം തൊഴിലാളികളാണ് പങ്കെടുത്തത്. വിവിധ കലാപരിപാടികളും സമ്മാനങ്ങളും ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി. तो सबको हमारे तरफ से ईद मुबारक और ऊपर वाले से दुआ करते हैं कि आप लोग हमेशा सुरक्षित रहे और सलामत रहे. ദുബായിയുടെ വളർച്ചയ്ക്കും വികസനത്തിനുമായി രാപ്പകൽ അധ്വാനിക്കുന്ന തൊഴിലാളികൾക്ക് ഇത്തവണത്തെ ബലിപെരുന്നാൾ മറക്കാനാകാത്ത അനുഭവമായി മാറി. GDRFA ദുബായും ദുബായ് പെർമനന്റ് കമ്മിറ്റി ഫോർ ലേബർ അഫയേഴ്സും സംയുക്തമായി സംഘടിപ്പിച്ച വിപുലമായ ബലിപെരുന്നാൾ ആഘോഷത്തിൽ 1,27,000-ലധികം തൊഴിലാളികളാണ് പങ്കാളികളായത്. ദുബായ് അൽക്കൂസ് ആയിരുന്നു ആഘോഷത്തിന്റെ പ്രധാന വേദി. കലയും സംസ്കാരവും സംഗീതവും സമന്വയിപ്പിച്ച നിരവധി വിനോദ പരിപാടികളാണ് തൊഴിലാളികൾക്കായി ഒരുക്കിയിരുന്നത്. ആഘോഷങ്ങൾക്ക് ഗ്ലാമർ പകർന്ന് ബോളിവുഡ് താരങ്ങളുടെ അതിമനോഹരമായ പെർഫോമൻസുകളും വേദിയിൽ അരങ്ങേറി. ആഘോഷത്തിന്റെ ആവേശം ഇരട്ടിയാക്കിയത് വമ്പിച്ച നറുക്കെടുപ്പായിരുന്നു. ആകെ 600 സമ്മാനങ്ങളാണ് തൊഴിലാളികൾക്കായി വിതരണം ചെയ്തത്. അതിൽ 4 ഭാഗ്യശാലികൾക്ക് മഹാസമ്മാനമായി കാറുകൾ ലഭിച്ചു. നേരിട്ടും ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെയും ഇത്രയും വലിയ ജനവിഭാഗത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് പദ്ധതിയുടെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണെന്ന് GDRFA ദുബായ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലും ദുബായ് പെർമനന്റ് കമ്മിറ്റി ഫോർ ലേബർ അഫയേഴ്സ് ചെയർമാനുമായ മേജർ ജനറൽ ഉബൈദ് മുഹൈർ ബിൻ സുഹൂർ പറഞ്ഞു. 24 ദുബായ്. ഹജ്ജിന്റെ സന്ദേശവും ഹജ്ജിലൂടെ കൈവരിച്ച ചൈതന്യവും ഭാവി ജീവിതത്തിലും ഉൾക്കൊള്ളണമെന്ന് പ്രമുഖ പണ്ഡിതൻ അബ്ദുൽ ഹക്കീം അസ്ഹരി തീർത്ഥാടകരോട് ആവശ്യപ്പെട്ടു. തീർത്ഥാടകർക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ഒരുക്കിയ സൗദി ഭരണാധികാരികൾക്ക് അദ്ദേഹം നന്ദിയും പറഞ്ഞു. സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സമത്വത്തിന്റെയും വിനയത്തിന്റെയും എല്ലാം സന്ദേശമാണ് ഹജ്ജ് നൽകുന്നത്. ഇത് ജീവിതത്തിലുടനീളം നിലനിർത്തണമെന്ന് SYS സംസ്ഥാന പ്രസിഡന്റ് AP അബ്ദുൽ ഹക്കീം അസ്ഹരി ഹാജിമാരോട് ആവശ്യപ്പെട്ടു. കുറ്റമറ്റ രീതിയിൽ ഹജ്ജ് നിർവഹിച്ചവർ നവജാത ശിശുവിനെ പോലെ പാപമുക്തരാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജിലൂടെ കൈവരിച്ച ചൈതന്യം ഭാവി ജീവിതത്തിലും ഉൾക്കൊള്ളണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഹജ്ജിലൂടെ പരിശീലിച്ച ഭക്ഷണ നിയന്ത്രണവും നടത്തവുമൊക്കെ നിലനിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഹാജിമാർക്കിനി നാട്ടിലെത്തിയാൽ 40 ദിവസം അവരുടെ ദുആക്കുത്തരം കിട്ടും എന്ന് പറയപ്പെടുന്ന ആ സമയത്ത് അവരെ കൊണ്ട് ദുആ ചെയ്യിക്കുക, അവർ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുക, ഇതാണ് ഇനിയുള്ള പ്രധാനപ്പെട്ട ഒരു കർമ്മം. എന്നാൽ ഹാജിമാർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഈ നവജാത ശിശുവിൻ്റെ പരിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതം അള്ളാഹുവിൻ്റെ വലിയ ഭക്തിയിലും തഖ്വയിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും അതുപോലെ ഭൗതിക ജീവിതത്തിൽ ഹജ്ജിലൂടെ ലഭിച്ചിട്ടുള്ള ഭക്ഷണ നിയന്ത്രണവും നടത്തവും അധ്വാനവും പോലുള്ള കാര്യങ്ങൾ അത് ജീവിതത്തിൽ ഒഴിവാക്കാതെ മുന്നോട്ടു പോവുകയും
മുൻ വർഷങ്ങളെക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കിയതുകൊണ്ട് തീർത്ഥാടകർക്ക് അനായാസം സമാധാനപരമായി കർമ്മങ്ങൾ നിർവഹിക്കാൻ സാധിച്ചതായും കഴിഞ്ഞ ദിവസം ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കിയ അബ്ദുൽ ഹക്കീം അസരി പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഹജ്ജിന് തടസ്സങ്ങളോ വല്ല നിലക്കുമുള്ള പ്രയാസങ്ങളോ വരുമോ എന്നുള്ള ആശങ്ക ചില ആളുകളുടെ മനസ്സിനെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അത്തരം യാതൊരു തരത്തിലുള്ള ഒരു ചിന്തയ്ക്ക് പോലും വഴിയില്ലാത്ത നിലക്ക് ഏറ്റവും മികച്ച രീതിയിൽ തീർത്ഥാടനത്തിന് സൗകര്യം ചെയ്ത സൗദി ഗവൺമെന്റിനും ഭരണാധികാരികൾക്കും അബ്ദുൽ ഹക്കീം അസരി നന്ദി പറഞ്ഞു. ജലീൽ കണമകലം, 24 ജിദ്ദ. യുഎഇയുടെ സമ്പദ് വ്യവസ്ഥയിൽ 6.2% വളർച്ചയുണ്ടായതായി റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തെ കണക്കുകളാണ് പുറത്തുവന്നത്. എണ്ണയിതര GDP-യിലും വലിയ നേട്ടമുണ്ടായി. പ്രതീക്ഷിച്ച വളർച്ചയാണ് UAE സമ്പദ് വ്യവസ്ഥയിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരിക്കുന്നത്. 6.2% വളർച്ചയുണ്ടായപ്പോൾ എണ്ണ ഇതര GDP 6.8% ഉയർന്ന് 1.5 ട്രില്യൺ ദിർഹത്തിലെത്തി. വി ദ UAE 2031 എന്ന ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പിലാണ് രാജ്യം. സുസ്ഥിരവും യഥാർത്ഥവുമായ പുരോഗതിയാണ് ഏറ്റവും പുതിയ കണക്കുകൾ പ്രതിഫലിപ്പിക്കുന്നതെന്ന് UAE സാമ്പത്തിക ടൂറിസം മന്ത്രി അബ്ദുള്ള ബിൻ തൗക്കൽമാരി പറഞ്ഞു. രാജ്യത്തിലെ ഭരണാധികാരികളുടെ പിന്തുണയും മാർഗനിർദ്ദേശവുമാണ് ശക്തമായ വളർച്ചയും പുരോഗതിയും സാധ്യമാക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. എണ്ണ ഇതര വരുമാനം റെക്കോർഡ് നേട്ടത്തിലാണ്. നേരത്തെ ഇന്ത്യയുമായുള്ള UAEയുടെ എണ്ണ ഇതര വ്യാപാരം സർവകാല റെക്കോർഡിലെത്തിയിരുന്നു. നിർമ്മാണം, സാമ്പത്തിക ഇൻഷുറൻസ് പ്രവർത്തനങ്ങൾ, റിയൽ എസ്റ്റേറ്റ് മേഖല എന്നിവയാണ് പ്രധാനമായും നേട്ടമുണ്ടാക്കുന്നത്. മാർച്ചിൽ പ്രസിദ്ധീകരിച്ച UAE സെൻട്രൽ ബാങ്ക് റിപ്പോർട്ട് അനുസരിച്ച് 2026 GDP 5.6% വളർച്ച കൈവരിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നുണ്ട്. പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിലും എണ്ണ ഇതര മേഖലയാണ് വളർച്ചയ്ക്ക് പ്രധാന കാരണമായി മാറുക. ഈ വർഷം GCCയുടെ ശരാശരി വളർച്ചാ നിരക്കായ 4.8% UAE മറികടക്കുമെന്ന് സുപ്രീം ബാങ്ക് പ്രതീക്ഷിക്കുന്നു. ഇത് ഖത്തറിന് ശേഷം മേഖലയിലെ രണ്ടാമത്തെ ഉയർന്ന വളർച്ചാ നിരക്കായി മാറും. 24 ദുബായ്. OICC കുവൈറ്റ് ലേഡീസ് വിംഗ് BDK ഏഞ്ചൽ കുവൈറ്റുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അദാൻ ബ്ലഡ് ബാങ്ക് ട്രാൻസ്ഫ്യൂഷൻ സെന്ററിൽ നടന്ന ക്യാമ്പിൽ 125-ലധികം പേർ രക്തദാനം ചെയ്തു. ലേഡീസ് വിംഗ് ചെയർപേഴ്സൺ ഷെറിൻ ബിജു അധ്യക്ഷനായിരുന്നു. പ്രസിഡന്റ് സാമുവൽ ചാക്കോ കാട്ടൂർ കളിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ധന്യ മുകേഷ്, ദീപ ഇഞ്ചക്കളോടിൽ, MA നിസാം എന്നിവർ ആശംസ അറിയിച്ചു. തിരുവനന്തപുരം പൊന്മുടി പാതയിൽ കാട്ടാന ഇറങ്ങി. ഗോൾഡൻ വാലി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഒന്നാമത്തെ വളവിലാണ് കാട്ടാനയെ കണ്ടത്. ദൃശ്യങ്ങൾ 24 അദൃശ്യത്തിലേക്ക്. കേരളത്തിലെ വാടക ഗർഭപാത്ര മാഫിയയെ തുറന്നുകാട്ടി 24. വാടക ഗർഭം ധരിച്ചാൽ ഏജൻസി വഴി 6 ലക്ഷം രൂപ പ്രതിഫലം ലഭിക്കുമെന്ന് വെളിപ്പെടുത്തൽ. എറണാകുളത്തെ ഹോസ്റ്റലിൽ 6 ഗർഭിണികളാണ് ഇത്തരത്തിൽ താമസിക്കുന്നത്. കോഴിക്കോട് സ്വദേശിനിയുടെ ദുരിത ജീവിതം സുഹൃത്താണ് വെളിപ്പെടുത്തിയത്. പ്രസവശേഷമുള്ള ചികിത്സ ഏജൻസി ഏറ്റെടുക്കില്ല. പറഞ്ഞോളൂ, എവിടെ വെച്ചാണ് ഇങ്ങനെ ഈ സ്ത്രീയെ പരിചയപ്പെട്ടത്? തൃശ്ശൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ് പരിചയപ്പെട്ടത്. അവരെ നമ്മളവിടുന്ന് കാണുമ്പോൾ അവര് ജസ്റ്റ് ഒരു ഫാമിലി ആയിട്ട് അമ്പലത്തിലേക്ക് വന്നിരിക്കുന്നു. അത് കഴിഞ്ഞ് ജസ്റ്റ് ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തപ്പോ ഫോൺ നമ്പറൊക്കെ കൈമാറി. ആരൊക്കെ ഉണ്ടായിരുന്നത്? ഒരു യുവതിയും ഒരു യുവാവും മറ്റൊരു യുവതി. അവര് ഫാമിലി ഫ്രണ്ടാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അതില് ഒരാളെ എന്നെ തിരിച്ചു വിളിച്ചു. അപ്പൊ ഞാൻ ആ ഒരു പരിചയത്തിന്റെ മുകളിൽ നമ്മള് സംസാരിക്കാൻ എന്നുള്ളതാണ്. അപ്പോഴാണ് ഞാനിങ്ങനെ അവരുടെ റിലേറ്റീവ് ഒന്നുമല്ല, അപ്പൊ പിന്നെ എങ്ങനെ ഒരുമിച്ച് വന്നേന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ദാതാവാണ്, സറോഗസിയാണെന്ന് പറഞ്ഞു. വാടക ഗർഭപാത്രത്തിന് 6 ലക്ഷം രൂപ. കേരളത്തിൽ ഇതിനായുള്ള ഏജൻസികൾ പ്രവർത്തിക്കുന്നെന്നാണ് വെളിപ്പെടുത്തൽ. എറണാകുളം കേന്ദ്രീകരിച്ചാണ് ഏജൻസികളുടെ പ്രവർത്തനം. ഗർഭപാത്രം വാടകയ്ക്ക് നൽകാൻ തയ്യാറായ യുവതികളെ 4 മാസം മുതൽ താമസിപ്പിക്കും. ഹോസ്റ്റൽ എന്നാണ് പേര്. നിലവിൽ തൃപ്പൂണിത്തുറയ്ക്കടുത്ത ഈ കേന്ദ്രത്തിൽ 6ഓളം യുവതികൾ ഉണ്ടെന്നാണ് വിവരം. എറണാകുളത്തെ ഒരു ഹോസ്റ്റലിലാണ് ഇവരെ താമസിപ്പിച്ചിട്ടുള്ളത്. അവിടെ ഇവര് മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. അവർക്ക് കൊടുക്കുന്ന എമൗണ്ട് 6 ലാഖ് എങ്ങാണ്ടാണ് ഈ ആൾക്ക്, അതായത് ഈ ഡോണർക്ക് കിട്ടാൻ പോകുന്നത്. ബാക്കി ഏജൻസി എത്ര വാങ്ങിക്കുന്നു എന്നുള്ളത് പോലും അറിയില്ല. എറണാകുളത്ത് ഫുഡിനായിട്ട് അവർ മന്ത്ലി ഒരു എമൗണ്ട് ഈ ക്ലയന്റ് കൊടുക്കുന്നുണ്ട്. അവിടെ ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിന് പോകാനും വരാനുള്ള ഒരു എക്സ്പെൻസും ഫുഡ് എക്സ്പെൻസും അക്കോമഡേഷനും കൂടെ 50,000 രൂപ ഒരു ക്ലയന്റ് കൊടുക്കുന്നുണ്ട്. ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനുള്ള ചിലവടക്കം പ്രതിമാസം 50,000 രൂപ വരെ
ഇടപാടുകാരിൽ നിന്ന് ഏജൻസി ഈടാക്കുന്നുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. വാടകയ്ക്ക് ഒരു ഗർഭപാത്രം മുൻപ് സിനിമകളിലും മറ്റും മാത്രമേ മലയാളി കണ്ടു പരിചയിച്ചിട്ടുള്ളൂ. പക്ഷേ അതിന്നൊരു വലിയ കച്ചവടമാണ് എന്നാണ് ഈ വെളിപ്പെടുത്തൽ തെളിയിക്കുന്നത്. ശ്രീകുമാരൻ, 24, തൃശൂർ. ഏഷ്യൻ ഗെയിംസ് യോഗ്യതാ മത്സരത്തിൽ പൊരുതി വീണ് വിനേഷ് ഫോഗട്ട്. സെമി ഫൈനലിൽ മീനാക്ഷിയോട് തോറ്റാണ് വിനേഷ് പുറത്തായത്. സുപ്രീം കോടതിയുടെ അനുമതിയോടെയായിരുന്നു വിനേഷ് മത്സരത്തിനെത്തിയത്. രാജ്യത്തെ മുഴുവൻ സംവിധാനത്തിനോടാണ് പോരാടിയതെന്നും ഇപ്പോഴും പൊരുതി നിൽക്കാൻ കഴിയുന്നതിൽ അഭിമാനമുണ്ടെന്നും വിനേഷ് ഫോഗട്ട് പറഞ്ഞു. ഭരണ നേതൃത്വത്തോടും വ്യവസ്ഥിതിയോടും പോരാടി വിജയിച്ച ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന് ഗോദയിൽ തോൽവി. ഏഷ്യൻ ഗെയിംസിനുള്ള യോഗ്യതാ മത്സരത്തിന്റെ ആദ്യ റൗണ്ടിൽ ഹരിയാനയുടെ ജ്യോതിയെ 7 പോയിന്റിന് പരാജയപ്പെടുത്തിയ വിനേഷ് രണ്ടാം മത്സരത്തിൽ ഹരിയാനയുടെ നിഷുവിനോട് 1 പോയിന്റിന് കഷ്ടിച്ച് ജയിച്ചു. സെമി ഫൈനലിൽ ഹരിയാനയുടെ മീനാക്ഷിയോട് 4-6 തോറ്റ് വിനേഷ് പുറത്തേക്ക്. റെസ്ലിംഗ് ഫെഡറേഷൻ ഗുണ്ടകളുടെ കയ്യിലാണെന്നും ഇപ്പോഴും പൊരുതി നിൽക്കാൻ കഴിയുന്നതിൽ അഭിമാനമുണ്ടെന്നും വിനേഷ് ഫോഗട്ട്. पूरा सिस्टम तो एक साइड था और मैं और मेरी टीम एक साइड लड़ रहे थे. मुझे हार जीत से कोई दिक्कत नहीं है. मैट पे आएंगे तो हारेंगे जीतेंगे, मुझे उससे कोई इशू नहीं है. ग्रेटफुल हूँ मैं कि अपने बेटे के लिए मैं इंस्पिरेशन हूँ. मैं लड़ रही हूँ. पूरा सिस्टम खिलाफ है, फिर भी हम खड़े हैं. ഡൽഹി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നിയമപോരാട്ടം നടത്തിയാണ് ട്രയൽസിൽ പങ്കെടുക്കാൻ വിനേഷ് അവസരം നേടിയത്. ട്രയൽസിനെത്തിയപ്പോഴും അധികൃതർ വിനേഷിന് തടസ്സം നിന്നു. 50 കിലോ വിഭാഗത്തിലെ മത്സരിക്കാനാകൂ എന്ന നിലപാടെടുത്ത റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഏറെ തർക്കങ്ങൾക്കൊടുവിലാണ് 53 കിലോ വിഭാഗത്തിൽ മത്സരിക്കാൻ അനുവദിച്ചത്. സഹതാരങ്ങൾക്ക് നീതിക്കായി അധികാരികൾക്കെതിരെ തെരുവിലിറങ്ങിയ വിനേഷ് ഫോഗട്ട് പോരാട്ടം തുടരുകയാണ്. താൻ തോറ്റിട്ടില്ലെന്നും മുഴുവൻ വ്യവസ്ഥിതിയോടും ഒറ്റയ്ക്കാണ് പോരാടിയത് എന്നുമാണ് മടങ്ങും മുമ്പ് വിനേഷിന്റെ വാക്കുകൾ. ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.